അങ്ങനെ ഒരാള് എവിടെ പോവാ? സ്വന്തം വീട്ടിൽ പോവാണ് ഗൈസ്. കുഞ്ഞോളെ ഇനിയും കൂടി ഉമ്മാക്ക് നോക്കാനാവില്ല, അതിനെ കൊണ്ട. അല്ല സോറി, ആരാൻ്റെ വീട്ടിൽ പോവാണ് ഗൈസ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണല്ലോ. കുട്ടിക്ക് കുറച്ച് ഓരോരുത്തർ വന്നു ആണെങ്കിൽ പറഞ്ഞോ. ഞാനേ ഹോട്ടലിൽ കയറേണ്ടി വരും മടിച്ചിട്ടേ. എനിക്കങ്ങനെ ഹോട്ടലിലത്തെ വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നല്ല ഇടിച്ചക്കപ്പേരി ഉണ്ട്, അതുപോലെ മറ്റേതുണ്ട്, എന്താണ്, മുരിങ്ങാക്കറി ഉണ്ട്. അതൊക്കെ പാടെ കൂട്ടിയിട്ട് സെറ്റായി കൊണ്ടിരിക്കുക. ഇനി അങ്കക്കളികൾ അങ്ങ് കോഴിക്കോട്. പറവീൻ പോവല്ലേ? എന്ത് പറ്റി? എന്താ പെട്ടെന്ന് പോകാനുള്ള കാരണം? വയ്യായിട്ടാണ്. പോവാണ്. പറയല്ലേ, ഓള് കുറച്ച് ദിവസം പോയി നന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പൂട്ട് സെറ്റല്ലേ? ആ ലെസ ഉറങ്ങിക്കാണല്ലേ പറയും പോലെ. ലെസൻ എടുക്കാതെ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചു ഞാൻ. ഇല്ലല്ല, നാളെ വരും. അപ്പോൾ പറവിക്ക് വയ്യാത്തത് കൊണ്ട് ഒരു 2 ദിവസം പോയി നിൽക്കാമെന്ന് വിചാരിച്ചാണ് അവള്. പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഓൾക്ക് ഉമ്മാക്ക് പണി കൂടാന്നല്ലാണ്ട് ഓള് എന്താ പറയുക, കുട്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പാടെ നോക്കണ്ട. അപ്പോൾ ഓളെന്നെ പറഞ്ഞിട്ട് 2 ദിവസം പോയി നിൽക്കട്ടെ പറഞ്ഞപ്പോൾ അങ്ങനെ സെറ്റ് ഓക്കെ ആണ്. എന്ത് പോവാം, വണ്ടിയിൽ വെക്കാം. അടിക്കും തുറന്നത് ഡോറന്ന് തുറന്നത്. ഡിക്കി ഫുള്ള്. അതിലെന്താണ്? ആ കളി സാധനങ്ങളെ കുറച്ച് അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ. പൗഡർ കിട്ടുന്നുണ്ടേ. ചാർജർ എടുക്കാൻ പറഞ്ഞിട്ടേ അവിടെ ചാർജർ ഉണ്ടാകാൻ കണ്ടതാ. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്താറായി. അപ്പോൾ പറയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടാണ്. പറയും ഗായ്സ് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മ ഇടങ്ങാറാവില്ല. അവിടുത്തെ ഓളമ്മ ഞാൻ പറയാം എന്തെങ്കിലും വേണേൽ ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കുടിയിൽ നിന്ന് കഴിച്ചിക്കണേ, ഞങ്ങൾ കണ്ടല്ലോ ചോറൊക്കെ കഴിച്ചിക്കണ. പക്ഷെ എന്നാലും ഗുളിക കുടിക്കാണ്ടിക്ക്. അപ്പോൾ അരമണിക്കൂർ മുമ്പ് ഗുളിക കുടിച്ചിട്ട് ഇനി ഫുഡ് കഴിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പിന്നെ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ഗുളിക കുടിക്കാണ്ട്. അപ്പോൾ ആ ഗൈസ് പറയും ഹലോ ഗൈസ് പറയും ഹലോ ഗൈസ് പറഞ്ഞ ലസ ഹലോ ഗൈസ് പറയും. അതാ മേ പറഞ്ഞ അതോ പറയ്. മമ്മ എത്തു കാണാനില്ല. അമ്മനെ കാണാനില്ലല്ലോ. മമ്മ വരുന്നു. എവിടെ മമ്മ? അതാ ലസ മമ്മ എത്തു. ഐ അത് തിന്നണോ? അത് തിന്നിടത്തോളം അതിലുണ്ട്. അവളെ തൊലയുണ്ടോക്കാം.
തൊള്ളലുണ്ടോക്കാം. അങ്ങനെ പറവിന്റെ വീട്ടിലെത്തി ഗായ്സ്. സന്തോഷായോ? സന്തോഷം എന്താ, അവിടെയും കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ല. സന്തോഷത്തിനൊന്നല്ല, കുഞ്ഞോളെ ഇനിയും കൂടി ഉമ്മാക്ക് നോക്കാനാവില്ല, അതിനെ കൊണ്ടാ. സത്യം. ശരി. മോനൂസ് കഴിച്ചിട്ടില്ല. പെണി കിടന്നുറങ്ങിയതാ, എന്റെ കണ്ണ് വെള്ളരിക്ക. എല്ലാ പെണ്ണുകൾക്കും അങ്ങനെ തന്നെ ആവൂലേ. അതായത് അവനാൻ്റെ വീട്ടിലെത്തുമ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജിൻസിക്ക് പൊതുവെ അവിടെയാണെങ്കിൽ സുഖമാണ്, ഇവിടെയാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അത് വേറെ രസം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. വേറൊരു ജിൻസി ഇങ്ങനെ ഇടയ്ക്ക് പറയും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എത്താനായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പം എനിക്കൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഞാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളെ സ്വന്തം നാട്ടിൽ എത്താനാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ വീട്ടിൽ വരുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് നിൽക്കാൻ പോകുമ്പോൾ ഓർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. കാരണം സ്വന്തം ഉമ്മാനെയും അനിയനെയും പിന്നെ ഫുൾ ഫ്രീഡത്തിന് കുറവൊന്നുമില്ല. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇർഷാക്ക് പറഞ്ഞത് എൻ്റെ സംഘം ഇന്ന് പിന്നെ എന്താ വെച്ചാണെങ്കിൽ ഇന്റെതും കുട്ടീൻ്റെ ഇൽഷാക്കാരതും മുസ്താഖിന്റെ മുഷ്ഫിഖിന്റെ കുഞ്ഞോളതും ഉമ്മാൻ്റെതും എല്ലായിടത്തും കൂടി ഒരാൾ തിരുമ്പുമ്പോ എത്ര എനിക്ക് രാവിലെ എണീക്കാൻ തിരിയാന്നില്ല. ഇപ്പൊ രാവിലെ ഭയങ്കര ക്ഷീണം. അതിനുമ്പോ ഒരു യാത്രത്തേക്ക് പിന്നെ വലിയ പ്രശ്നമല്ല, ഒരുവിധം പണിയൊക്കെ തീർക്കാം. പക്ഷെ എന്താ വെച്ചാൽ രാവിലെ തീർക്കണ്ടേ. എന്റെ ഗുളിക മതിയായിരിക്കും കുടിച്ചോ. 700 സംതിങ് ഉറുപ്പ്യൊക്കെ. അതല്ല പിന്നെ ആന്റിബയോട്ടിക്ക ഒരു ദിവസം കുടിക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്നാ വെള്ളം എൻ്റെ ഗുളിക എവിടെ. ശേഷം ഗുഡ് മോർണിംഗ്. ഇന്ന് കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ അധികം ഇവിടെ കാണിക്കാനേ വരാം. ഒരു സീനിയർ ഡോക്ടറാണ്, അത്യാവശ്യം ഏജിലെ. ലസക്ക് ജലദോഷം കഫക്കെട്ടും ഒക്കെ ഉണ്ട്. ലസ പപ്പന്റെ ശുണ്ടേരി എടുത്തു ഗായ്സ്. എന്താ പരിപാടി? വയ്യ. മോനിസിന് നോമ്പില്ലേ? പോവാ ലസ. ടാറ്റ പറ. നോമ്പുണ്ടോ ലസക്ക്? നോമ്പുണ്ടോ? നോമ്പുണ്ടോ പറയ്. ഹോസ്പിറ്റലിൽ ലസ അവ വരുമോ? ഓക്കെയാണ് ലസ, ഓക്കെയാണ് അല്ലേ? ഡോക്ടർ ജസ്റ്റ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു അല്ലേ? വണ്ടി എന്ന് പറയാന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് മോശം. അതായത് ഞാന് വണ്ടി പാർക്കിങ്ങിന് പോയിക്കണേ, പാർക്കിങ്ങിൽ നിർത്തിക്കണോ, വാലറ്റ് പാർക്കിങ്ങാ. അപ്പോൾ ഒരു കുറച്ച് ലോങ്ങാണ് നിർത്തി. അപ്പം ഞാൻ ആദ്യം പോയാലുള്ളൂ പെട്ടെന്ന് വണ്ടി കിട്ടുള്ളൂ. കാരണം കൊടുത്തിട്ട് കുറച്ച് ടൈം കഴിയണം. എന്നാൽ തന്നെ ലാസ്റ്റ് കുറേ ടൈം കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ താഴെ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഓളുകളമ്മയുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ കയറി. ഞാൻ അടിയിൽ പോയപ്പോൾ ഇവള് പെട്ടെന്ന് വിളിക്കണം, നിങ്ങൾ എവിടെ ഒന്ന് വേഗം വരുമോ, മേലേക്ക് വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു പന്തിയായിട്ട് തോന്നിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഓരെ കാണാനല്ല. അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ, എവിടെയെന്ന് അറിയില്ല. അങ്ങനെ നേരെ കുറച്ചും നടന്നപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ പിന്നെ പെട്ടെന്ന് വന്നിട്ട് സംഭവം എന്നെ ഡോക്ടർക്ക് എന്നെ കാണാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് നോക്കാനല്ലേ, കുട്ടിയുടെ ലിപ്പിൽ എന്തോ ചെറിയ കളർ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലേന്നുണ്ടേ എന്നൊക്കെ ആ ഡോക്ടർ നല്ല സീനിയർ ഡോക്ടറാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ എന്നാൽ അപ്പാൻ്റെ ലിപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സംഭവം ലിപ്പിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നൊക്കെ
പറഞ്ഞു ഡോക്ടർ. ഉണ്ടാവും അങ്ങനെ ഉണ്ടാവലേന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഞാൻ ആര്യസലാത്ത് ചെല്ലി മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഞാൻ എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതിലൊരു ചെറിയൊരു മോളെ വീടാണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് മനസ്സിൽ. മറ്റേ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇല്ലാണ്ടിരിക്കാൻ എല്ലാവരും ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ ബർത്ത്ഡേ കഴിച്ചതന്നെ, അപ്പൊ ഒരു ടെൻഷനാ മനസ്സിന്. ഏതൊക്കെ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു, ബർത്ത്ഡേ കഴിച്ചതിന് ആ മോൾക്ക് കിട്ടാതിരിക്കട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ എന്തോ ഈ ഒരു വർത്താനത്തിൽ എന്തെങ്കിലും എന്തോ ഒരു പേടിയായി കമന്റ് ഒക്കെ കണ്ടപ്പോ. ബർത്ത്ഡേ കഴിച്ചത് എങ്ങനെ അതിന്റെ വിവരണം ഞാൻ വേറൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ഞാൻ അത്ര ഒരു വലിയ പരിപാടിയാണെങ്കിൽ കൂടി അത് സാധാരണക്കാരൊരു അല്ലെങ്കിൽ സാധാരണ ഒരു പരിപാടി വെക്കണതിന്റെ അത്ര പൈസ പോലും എനിക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഓപ്പൺ ആയിട്ടൊന്നും. ഓക്കെ, അപ്പോ അതാണ് കാരണം. ഇന്ത്യക്ക് എന്താ അങ്ങനെ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അൽഹംദുലില്ലാ അത് അടിപൊളിയായിട്ട് കഴിഞ്ഞല്ലോ. ഒന്നാമത് കൊറേ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരാള് ഫാമിലി തന്നെ ഉണ്ടാവും ഒരു 100-150 ആൾക്കാര്. അതെന്താ സംഭവം എന്ന് വെച്ചാണെങ്കിൽ ഉപ്പാന്റെ ഫാമിലി വലിയ ഫാമിലിയാണ്, ഉമ്മാന്റെ ഫാമിലി വലിയ ഫാമിലിയാണ്. ഉമ്മാക്ക് അനിയത്തിമാര് എത്ര ഏട്ടത്തിമാരുള്ള? 4 ഏട്ടത്തിമാരിൽ ഒരു ഏട്ടത്തി മരിച്ചുപോയി. പിന്നെ ബാക്കി 3 ഏട്ടത്തിമാരും 2 ആങ്ങളമാരും, ഓരോ മക്കള്, പിന്നെ ഓരോ മക്കളെ മക്കള്. പിന്നെ അതേപോലെ ഉപ്പാന്റെ ഫാമിലിയില് ഉപ്പാന്റെ ഏട്ടന്മാര് 2 ഏട്ടന്മാര്, 2 അനിയന്മാര്, 2 പെങ്ങന്മാര്, പിന്നെ ഓലെ വൈഫ്, മക്കള്, പിന്നെ മക്കളെ മക്കള്, അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ്, നാടത്തെ ഫ്രണ്ട്സ്. പിന്നെ അതേപോലെ യൂട്യൂബേഴ്സിന് പിന്നെ കുറെ ആൾക്കാർ യൂട്യൂബേഴ്സിനെ വിളിക്കണ യൂട്യൂബ് അവരൊക്കെ എന്നെ വിളിക്കലുണ്ട്. അതായത് നമ്മളവിടെ പോയി കഴിച്ചു വരികയല്ല, ഓരോരുത്തരുടെ പരിപാടിക്കും ഞങ്ങളും പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഞങ്ങളൊരു ബോണ്ട്, ഈ ഒരു മേഖലയിലുള്ളൊരു ബോണ്ട്, ഒരു എന്താ പറയാ ഒരു ഇതായതുകൊണ്ടാണ് മനസ്സിലാവുന്ന. നിങ്ങളൊരു ഫ്രണ്ട്സിന്റെ മക്കളെ ബർത്ത്ഡേ നിങ്ങൾ പോവുണ്ടാവും വിളിച്ചാല്, അതേപോലെ ഇതുപോലെ ഒരു ഫ്രണ്ടാണ് എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് എന്നുള്ള ഒരു ലെവലല്ല, ഫ്രണ്ട്സ് ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എന്തൊരാവശ്യം, ഇപ്പൊ നൗഫൽ ഖാൻ ആയിക്കോട്ടെ, എന്തൊരു ആവശ്യം വന്ന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഓല് തിരിച്ചായിക്കോട്ടെ, ഓലെ ഏൽപ്പിക്കണ്ട കേട്ടോ, വില ഏൽപ്പിക്കണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താ പറയാ, ഭയങ്കര കൊറേ വട്ടം നമുക്ക് ആ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് കോള്, ഫുഡിന്റെ കാര്യത്തിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ അവര് അങ്ങനെ ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം. ഇനി പോൻ്റെ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് അങ്ങനെയാണല്ലോ, അതാണ് എല്ലാരും ഇവിടെ വിളിച്ച് ഈ തലമ കൈവെക്കാന്ന് പറയാൻ കേട്ടോ, മുടി ശരിയല്ല, അതുകൊണ്ടാ. അപ്പൊ എന്താ ആർഭാടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, സാധാരണ നിങ്ങളൊരു 10-15 ആൾക്കാരെ വിളിച്ച് ബർത്ത്ഡേ കഴിക്കണതിന്റെ ആ ഒരു പൈസ പോലും കഴിയുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ. അതാണ് പിന്നെ നമുക്ക് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പോ ജിൽഷാക്ക് പറഞ്ഞില്ല, അതേപോലെ ഓരോ കാര്യങ്ങളും ഓരോ എന്താ പറയാ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകും നമുക്ക്. ചിലപ്പോ ഇന്ന സംഭവം ഒരാളിതാക്കി തന്ന സാധനം ഒരാളിതാക്കി, അങ്ങനെ നമുക്ക് ചിലത് പറയാൻ പറ്റാത്തുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറയുന്നതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വരാം. ഒരു കാര്യം പറയാം, ആൾ ഓവർ പൈസ പൊട്ടിച്ചിട്ടില്ല വെച്ചാണെങ്കിൽ പൊട്ടിക്കാൻ പൈസ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ആഗ്രഹമുണ്ട്, കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും വലിയ പരിപാടിയാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല, മനസ്സുകൊണ്ടും പോലും വിചാരിച്ചില്ല. അതേപോലെ ഞാൻ മേക്കപ്പ് ചെയ്തെടുക്കോ എന്റെ ലാസ്റ്റ് നിമിഷല്ലേ വേറൊരാൾക്ക് പോലും മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെറുതെ ജസ്റ്റ് ഇൽഷാക്ക് ഞാൻ ഡ്രസ്സ് നല്ല നോർമലായി പോയി, ജസ്റ്റ് മേക്കപ്പ് ചെയ്തിട്ട് റോൾ ഓലെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ മേക്കപ്പ് ചെയ്യിച്ചു. അതേപോലെ തന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ കണ്ട ആൾക്കാർ വിചാരിക്കും ഞാനെന്തോ വലിയതാക്കിയായിരുന്നു. ഓർണമെന്റ്സ് ലാസ്റ്റ് നിമിഷം അലൂറയിലേക്ക് വിളിച്ചു ഇൽഷാക്ക, ഹലോ ഇങ്ങനെ അത് വേണ്ടീന. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് എടുത്തോ, അപ്പോൾ പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ വന്ന് എടുത്തോ, നിങ്ങൾക്ക് എന്താ ആവശ്യം വെച്ചാൽ ഞങ്ങൾ വന്ന് എടുത്തു പറഞ്ഞു. അങ്ങനെ നെക്ലേസ് എടുത്ത് ഇവിടെ വെക്കുന്നു എടുത്തത്. പിന്നെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് അതിൻ്റെതായ ഒരു ലെവലില് ഓല് അടിപൊളിയായിട്ട് ഓല് ചെയ്തന്ന്. പിന്നെ സ്റ്റേജ് ആയിക്കോട്ടെ, അത് ഓല് അടിപൊളിയായിട്ട് ഓല് ചെയ്തന്ന്. ഫുഡ് അത് ഇത് എല്ലാതും ഓരോരുത്തർ എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പൊ നിങ്ങള് ആർഭാടാണ് അതാണ്. കുട്ടിക്ക് ഇന്ന് അത്രയും സങ്കടമായി പോയി. കുട്ടിക്ക് വയ്യാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി പോയി. അപ്പൊ ഇന്ത്യ ജിൽഷാക്കാൻ പറഞ്ഞു നമ്മളിങ്ങനെ ബർത്ത്ഡേ കഴിച്ച ആൾക്കാരിങ്ങനെ പ്രാകുന്നുണ്ടാവും. പിന്നെ അതേപോലെ നമ്മള് പാവങ്ങൾ കൊടുക്കുന്ന എല്ലാതും ഇപ്പൊ ഇതിൽ കാണിച്ചെന്ന് വരൂല, പിന്നെ കാണിക്കാതെ കൊറേ ഉണ്ടാവും.
പിന്നെ അതേപോലെ തന്നെ ഇപ്പം കുട്ടിന്റെ ഡ്രസ്സ് ആയിക്കോട്ടെ ഉമ്മ തന്നെ കുട്ടിന്റെ ഡ്രസ്സ് കൊറേ ഡ്രസ്സ് ശരി അതൊക്കെ നമ്മള് കൊടുക്കണ കാണിക്കാൻ പാടില്ല. അപ്പൊ ആ കുട്ടിക്ക് ഒരു കുറച്ചിലല്ലേ ഇതൊക്കെ. അല്ല പാവങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാണെങ്കില് കൊറേ ഡ്രസ്സ് എടുത്ത് ഉമ്മ മാറ്റി വെച്ചിട്ട് ഓള് ഇടൂല, ഉടുപ്പോ നോക്കി ഇടിക്കൂല. എന്നാലും ഇടുന്ന ആൾക്കാർക്ക് കൊടുത്തിക്കണം കുറച്ചൊക്കെ. അപ്പൊ അദ്ദേഹം പറയണത് ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്കൊരു കുറച്ചില്ല, മറ്റൊരു കുട്ടിക്ക് കിട്ടിയത്. പിന്നെ ബമ്മച്ചുട്ടി ആയിക്കോട്ടെ, ബമ്മച്ചുട്ടിയൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഇങ്ങോട്ടും എടുത്ത് ഇവിടെയും കളിക്കാനായി അവിടെയും കളിക്കാനായി. അവിടെ കുറെ ആൾക്കാർ കൊടുത്ത് കുട്ടികൾക്ക്. പിന്നെ ഒന്നും ഞങ്ങൾ എന്താ വെച്ചാൽ ഒക്കെ പൂട്ടിയെടുത്ത് വെച്ചൊക്കൊന്നുമില്ല. എന്റെ മനസ്സിലെന്ന് വെച്ചാണെങ്കിൽ എനിക്ക് എല്ലാവർക്കും കൊടുക്കണം. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, അവക്ക് ഒരു ഇതിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊറേ ഡ്രസ്സ് കിട്ടി ജനിച്ച പാടെ തന്നെ കൊളാബില്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാണെങ്കിൽ പറ്റുന്നുണ്ട് ഇവക്ക് നല്ലതുണ്ട്. അപ്പൊ അവിടെ ഒരാളുണ്ട് എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത് ഇവക്ക് പറ്റാതെ എന്ത് ചെയ്ത് ഓക്ക് കൊടുത്ത്. പക്ഷെ ഓല് ഉള്ള ആൾക്കാരുമാണ്, ഇല്ലാത്ത ആൾക്കാരൊന്നല്ല, ഓവർ ഇല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ഒന്നല്ല, നമ്മളെ പോലെ തന്നെ. പക്ഷെ എന്താ കുട്ടികളുടെ ഡ്രസ്സാണ് ഇങ്ങോട്ട് ചോദിച്ചു വെച്ചാണെങ്കിൽ ആ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ആ പോലെ ഇടിയിക്കൂ എന്നുവെച്ചാൽ ഇടാത്ത ആൾക്കാർ കൊടുക്കരുതല്ല, നമ്മൾ അങ്ങനെയല്ല വെറുതെ ആക്കരുതല്ല. അപ്പൊ ഞാൻ നിങ്ങൾ ഇടിയിക്കോ, ഇവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, ഇവർക്ക് തടിയുള്ളതിനെ കൊണ്ട് ഒരു വട്ടം ഇട്ടാ പിന്നെ ഇടാൻ പറ്റില്ല, ഒക്കെ തടി ഉണ്ടായല്ല ഈ സമയം. അപ്പൊ അതിനെന്താ എന്നുവെച്ചാൽ അത് ആര് തന്നാലും നമ്മൾ സ്വീകരിക്കണം, നമുക്ക് പഠിച്ചു തന്നാ കൊറേ തരും എന്ന് വെച്ചാണെങ്കിൽ അങ്ങനെയാണല്ലോ. എനിക്ക് എന്നിട്ട് പിന്നെ എനിക്ക് ഡ്രസ്സ് ഇഷ്ടമാതിരി കിട്ടാൻ തുടങ്ങി. എനിക്ക് ഓക്ക് വാങ്ങേണ്ട ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യം വന്നിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് അലമാറ ഒഴിവാക്കി. ഇന്നലെ യാത്ര ഇവിടെ വന്നപ്പോ ഞങ്ങളെ അതിലുണ്ട് ഇടാൻ പറ്റിയ എത്രയോ ഡ്രസ്സ്. എന്ന് വെച്ചാൽ എന്താ പറയാ പ്രസവിച്ചപ്പോ കിട്ടിയത് ഞാൻ കണ്ടിക്കില്ലേ. അത് അടുത്ത് ഞാൻ എന്താ ചോദിച്ചാ വിചാരിച്ചൊക്കെ കഴിഞ്ഞാ ഇടാൻ പറ്റിയ കൊറേ ഡ്രസ്സ് ഉണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പൊ അതാ ഇട്ട് കൊടുത്ത് അതിന്റെ ഒരു ഇത് മറ്റേ ടീഷർട്ട് അതാ പറയുന്നത്. കൊടുത്താൽ നമുക്ക് അതേപോലെ ഇഷ്ടം. അമ്മ പറയൂ ഞാൻ കൊടുക്കൂന്നുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് എന്താ കൊടുത്താ കൊറേ കിട്ടും. ഇൽഷാക്ക് ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു സ്വന്തം ഒരു ഷോപ്പിൽ പോയപ്പോ ആരോടോ പ്ലേറ്റ് പൊട്ടിയപ്പോ ഇൽഷാക്ക് പൈസ കൊടുത്ത്. അപ്പൊ ഞാൻ ഇൽഷാക്ക് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്തിന് എത്രയൊക്കെ കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു നമ്മളെ ലെവൽ അതല്ലല്ലോ, നമ്മള് ഫുഡ് കഴിച്ചതിനും കാട്ടു കൂടുതൽ പൈസ കൊടുക്കുമ്പോ ഞാൻ ഇൽഷാക്ക് ചോദിച്ചാൽ എന്തിന് എത്രയോ കൊടുത്തു. അപ്പൊ ഇൽഷാക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വൈക്കൂടെ കിട്ടും ആ പൈസ എന്ന്. അപ്പൊ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡബിൾ ഇരട്ടായിട്ട് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പൊ അതൊന്നല്ലല്ലോ വിഷയം. അപ്പൊ പറഞ്ഞോണ്ട് ഓരോ കാര്യങ്ങൾ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവരും. പിന്നെ അതേപോലെ എന്റെ മോൾ ആരൊന്നും വിചാരിക്കരുത്, പേടി ഒന്നാമത് എന്ന് വെച്ചാൽ എന്താ പറയുക. പിന്നെ ഞാൻ ഇൽഷാക്കും പറയുകയും ചെയ്ത് കഴിക്കേണ്ടിയില്ല അതിനുള്ളിന്ന്. കഴിച്ചു വന്നപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയ പരിപാടിയാവും. സ്റ്റേജ് ഞാൻ എപ്പോഴാണ് കണ്ണു അറിയോ, ഈ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് മാറ്റി ഫോട്ടോ എടുത്ത് നമ്മളെ ആ ഭാഗത്തുനിന്നൊക്കെ ഫോട്ടോ എടുത്തില്ലേ, അതിനുശേഷം സ്റ്റേജ് മേലേക്ക് നോക്കുന്ന മാഷാഅല്ലാഹ് അടിപൊളി. എന്താ ഒരിക്കലും വിചാരിക്കാത്ത എല്ലാതും ഒരേ കളറായി. പിന്നെ കേക്ക് അതേപോലെ തന്നെ എല്ലാവർക്കും വേസ്റ്റ് ആയി പോകുന്നതിന് കട്ട് ചെയ്ത് എത്ര പീസ് 250 പീസ് എങ്ങാന് കട്ട് ചെയ്ത് വേസ്റ്റ് ആയി പോവല്ലോ, അങ്ങനെ കൊണ്ടുവന്ന. പിന്നെ അതേപോലെ മറ്റേ കേക്ക് ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞു കേക്ക് മതി, എന്നിട്ട് അതിന്റെ മുകളിൽ ഡമ്മി എന്തെങ്കിലും വെച്ച് സെറ്റാക്കി തന്നാൽ മതി, ഞങ്ങൾക്ക് മുറിക്കാൻ മാത്രമെന്ന്. അങ്ങനെ ചെറിയ കുഞ്ഞു കേക്ക് അതിനത് ബാക്കിയുള്ള ഡമ്മിയാണ് കേട്ടോ. ഇനി അത് വിചാരിക്കണ്ട എല്ലാവരും രണ്ടായിട്ട് വലിയ കേക്കൊക്കെ നിങ്ങൾ എന്താക്കിയാണ്. കേക്ക് ഒന്നും വേസ്റ്റ് ആയിക്കില്ല, ഒന്നും വേസ്റ്റ് ആക്കാണ്ട് എല്ലാതും നല്ല വൃത്തിക്കാണ് ചെയ്തത്. അതോടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഇൻഷാ അല്ലാഹ് എന്തായാലും കുറേ സംസാരിച്ചിട്ട് ലാഗ് അടിപ്പിക്കണില്ല. എന്തായാലും ഈ വീഡിയോ ചുടച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട്. ജിൻസി 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്, കാരണം തീരെ വയ്യ, സൗണ്ട് പോയതും അറിയാലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഗുളികയൊക്കെ മേടിച്ച് ഡോക്ടറെ കാണിച്ചിരുന്നു ക്രസൻറ്റിൽ പെരിന്തൽമണ്ണ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഡെയിലി കാണണം മറക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.